ഫ്രൈഡേ പാട്ടൊക്കെ വെച്ചേരണോ? ഇവിടെ കയറി പാട്ടൊക്കെ വെച്ചേരണ. ദേവുന്റെ പാട്ട് വെച്ച് കൊടുത്താലോ ചിക്കുവിന്? ബൈ ബൈ പറഞ്ഞിട്ട് വാ. ഒരു ഹഗ് കൊടുത്തു. ഹലോ, ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് വ്ലോഗാട്ടോ. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നമ്മളുടെ കൂടെ 2 മാസം നിൽക്കാൻ. ഇവിടുന്ന് ഓണം സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവരൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ഈവനിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് നമ്മളുടെ മോളിൽ തന്നെയാട്ടോ. അധികം ദൂരമൊന്നും പോകാനുള്ള താല്പര്യം ആർക്കുമില്ല ഈ ട്രാഫിക്കിൽ നിന്നിട്ട്. പിന്നെ അച്ഛനും അമ്മക്കും ബാംഗ്ലൂർ പുത്തിരിയൊന്നുമല്ല, അവർ കുറേ കാലം ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ. ഈ ഒരു 1.5 വർഷമായിട്ടാണ് അവർ നാട്ടിൽ പോയിട്ട് സെറ്റിലായത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈവനിങ് മൊത്തം നമ്മൾ മോളിൽ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാന്. ഈ മോളിൽ നമ്മളൊരു സീസൺ ടിക്കറ്റ് മേടിച്ചാലോ എന്ന് ആലോചിക്കുക. എന്തിനും ഏതിനും നമ്മൾ ഈ മോളിൽ തന്നെയാണ് വരൽ. സോ മോളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ദേവുവിനെ ഒന്ന് കളിക്കാൻ കൊണ്ടുപോകലാണ് പ്ലേ സോണിൽ. അത് കഴിഞ്ഞാലേ നമുക്ക് ആ മോളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം അവൾ ഉള്ളിൽ കയറിയിട്ട് ഫുള്ളൊന്ന് നിരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യുക എന്താണ് കളിക്കേണ്ടതെന്ന്. സോ പ്ലേ സോണിൻ്റെ കാർഡ് നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു 1000 റുപ്പീസ് ആയിട്ടും ഫില്ല് ചെയ്യും. എന്നിട്ട് ആ 1000 റുപ്പീസ് കഴിയുന്നവരെ നമുക്ക് കളിക്കാം. അപ്പം നമ്മൾ സ്ഥിരം ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നമ്മൾ അവളോട് പറയും ഏതെങ്കിലും ഒരു ഗെയിം സെലക്ട് ചെയ്യാൻ. അപ്പം എപ്പോൾ വന്നാലും നമ്മൾ ഓരോരോ ഗെയിം മാത്രമേ അവളെ കൊണ്ട് കളിപ്പിക്കലുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ ആ ഒരു ഗെയിം സെലക്ട് ചെയ്ത് അവൾ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് നിരീക്ഷിക്കും മൊത്തത്തിൽ ആ ഒരു പ്ലേ സോൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഫുഡ് കോർട്ടിൽ നമ്മൾ അച്ഛമ്മേനെയും അച്ഛച്ചനെയും പിക്കപ്പ് ചെയ്യാൻ പോയി. ബിക്കോസ് അവരെ നമ്മൾ അവിടെ ഇരുത്തിയിരുന്നു. കുറേ നേരം പ്ലേ സോണിൽ ഇവൾ കളിക്കുന്നതുകൊണ്ട് അവർക്ക് കുറേ നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ അടുത്ത് തന്നെ ഫുഡ് കോർട്ടുള്ളതുകൊണ്ട് അവിടെ പോയി ഇരുത്തി. കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ വന്നിട്ട് നമ്മളത് മേടിക്കാമെന്ന് വിചാരിച്ചു. അല്ല ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നാളെ എന്തിനാ സ്റ്റാർ ബസാറിൽ പോകുന്നത്? സോ ഈ സൂപ്പർ മാർക്കറ്റിൽ ആദ്യം കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സാധനം മേടിക്കലല്ല, അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ചായയും പിന്നെ കുറച്ച് സ്നാക്സും കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും എന്താണ് നമുക്ക് കഴിക്കേണ്ടതെന്ന്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങാറുള്ളൂ. എൻ്റെ കുട്ടിക്ക് ചോക്ലേറ്റിൽ ആരോ കൈവശം കൊടുത്ത മാതിരിയാണ്. എന്തിനും ഏതിനും അവൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ മാത്രമേ വേണ്ടൂ. അത് മാത്രമല്ല അവൾ മൊത്തം കഴിക്കൂല, അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുകയും വേണം. സോ അവൾ ഒരു ചോക്ലേറ്റ് ഡോണറ്റ് സെലക്ട് ചെയ്തു. പിന്നെ അച്ഛനും അമ്മയും ഒരു വെജ് പപ്സ് സെലക്ട് ചെയ്തു. പിന്നെ ഞാനൊരു പനീർ ഫില്ലിങ്ങുള്ള എന്തോ ഒരു ബണ്ണ് എടുത്തു. ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഷോപ്പിങ്ങിന് മെല്ലെ ഇറങ്ങാം. നമുക്കിനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കണം. നമ്മുടെ വീട് ഈ ബാംഗ്ലൂർ സിറ്റീൻ്റെ കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് തന്നെ ഈ മോളിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. സാറ്റർഡേ സൺഡേ മാത്രം കുറച്ചുണ്ടെങ്കിലുണ്ട്, പക്ഷേ അല്ലാത്ത ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഈ മോളിൽ ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ കുറച്ച് സുഖമാണ്. അതെന്താ? അതല്ല, അത് മറ്റേതല്ല. മറ്റേതെന്താ? എന്തത്? അതല്ല, മറ്റേതെന്താ? ലെമൺ. അതന്നെ, ഒന്നും കൂടി പറ. അല്ലടാ, ലെമൺ. എന്താ ഇതെന്താന്ന് പറ. ഇതെന്താ? അല്ല, ടീച്ചറിനോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും ഞാൻ. ബ്രിഞ്ചോൾ. ഇവളെടുക്കും നോക്ക്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് അങ്ങനെ വേഗം ഇറങ്ങാനൊന്നും പറ്റില്ല. എൻ്റെ കുട്ടീൻ്റെ ഒരു ടോയ്സ് തിരയലുണ്ട്. അതിപ്പോൾ ഏത് കടയിൽ കയറിയാലും അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വേണം. അതിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കയറിയാലും അവൾ എന്തെങ്കിലും കണ്ടുപിടിക്കും അവൾക്കുള്ളത്. അങ്ങനെ കുറേ വാക്ക് തർക്കങ്ങൾക്ക് ശേഷം ഒരു സാധനം അവൾ സെലക്ട് ചെയ്തു, ക്ലേ.
അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.